നമസ്തേ. ഇന്ന് കഥയല്ല ട്ടോ പറയണത്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി എന്ന് പറഞ്ഞാൽ അർപ്പണബോധത്തിന്റെ പാരമ്യം തന്നെ. സുഖത്തിനോ മറ്റെന്തെങ്കിലും കിട്ടാനോ ആയി ഏതെങ്കിലും ദൈവത്തിനെ താണു വണങ്ങുന്നതാണ് ഭക്തി എന്ന് കരുതുന്നത് തെറ്റ്. എല്ലാ കോവിലിലും പോയി കുമ്പിടാം. ആരാണ് ആദ്യം പ്രസാദിക്കുക എന്ന് നിശ്ചയിക്കാനാവില്ലല്ലോ. ഇതാണ് നമ്മുടെ മനസ്സിലൊക്കെ. പക്ഷേ ശരിയായ അറിവ് കിട്ടുമ്പോൾ അന്ധവിശ്വാസങ്ങൾ നീങ്ങുന്നു. തനിക്ക് എന്നുമുള്ള ഒരേ ഒരു കാര്യം ഈശ്വരൻ മാത്രമാണെന്നും മറ്റുള്ളവരും മറ്റെല്ലാതും ഏതെങ്കിലും രീതിയിൽ ഇല്ലാതാകുന്നതാണെന്നുമുള്ള അറിവ് അനുഭവമാകുമ്പോൾ ഭക്തിയുടെ രീതി മാറുന്നു. അറിവുള്ളവരുടെ ഭക്തി സമർപ്പണം മാത്രമാകുന്നു. പക്വത നിറഞ്ഞവർ എന്തെങ്കിലും നേടാനോ നിലനിർത്താനോ ആഗ്രഹിക്കുന്നില്ല. ഈശ്വരനെ അല്ലാതെ. അങ്ങനെ ഭക്തനും ഭക്തി വിഷയവും ഒന്നായിരിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥ ഭക്തിയുടെ സ്വരൂപം. വെവ്വേറെയുള്ള ഇരിപ്പിന്റെ വിപരീതമാണ് ചേർന്നുള്ള ആ ഇരിപ്പ്. ഭക്തി പരിശുദ്ധമാണെങ്കിൽ അനന്യമാകണം. അതായത് തികച്ചും ഏകാഗ്രമാകണം. മനസ്സെന്ന മഹാഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്തിമാർഗത്തിന്റെ നിലനിൽപ്പ്. ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ കാരണവും ജീവനിൽ പണ്ടേ ഉള്ള വാസനകളുടെ പ്രവർത്തനത്താലും മനസ്സ് അതിൻ്റെ അനന്തസിദ്ധികൾ മറന്നുപോകുന്നു. അതാണ് പതിവ് അല്ലേ? ഇത് രണ്ടിൽ നിന്നും സ്വതന്ത്രമായൊരു മാനസിക നിലപാട് സാധ്യമാണെന്ന് ബുദ്ധി കൊണ്ട് അറിയുകയും അതിൽ നിലയുറപ്പിക്കുകയും ചെയ്താൽ സാധ്യതയുടെ വാതിൽ തുറന്നു കിട്ടുന്നു. അത് അത്ഭുതകരമായിരിക്കും. ബുദ്ധിയിൽ തെളിയുന്ന അറിവിന് പിന്നാലെ ജീവനെ നയിക്കാൻ മനസ്സിന് കഴിയുന്നു. മനുഷ്യനല്ലാതെ വേറൊന്നിനും ഈ കഴിവില്ല. മനസ്സിനെ ആ നേരിനോട് അനന്യമായി ഇണക്കണം. അതിനുള്ള വിദ്യയാണ് അധ്യാത്മവിദ്യ. തന്മയീ ഭാവമാണ് ഈ വിദ്യയുടെ സൂത്രവാക്യം. ഇത് തന്നെയാണ് ഭക്തിയുടെ സൂത്രവാക്യവും. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഹരേ കൃഷ്ണ.